തമിഴിൽ നിന്ന് ഈ ട്രൂ സ്റ്റോറി ബേസ്ഡ് ഒരു പടം വന്നിട്ടുണ്ട്. 2014 ജാർഖണ്ഡിൽ ഒരു ഫേക്ക് നക്സൽ സറണ്ടർ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. നക്സൽ ആയിട്ടുള്ള ആൾക്കാർ സറണ്ടർ ആയി വെച്ചാൽ അവർക്ക് ജോലി കൊടുക്കുക, ഗവൺമെന്റ് ജോലി കൊടുക്കുക, അവരുടെ പേരിൽ കേസൊന്നും എടുക്കില്ല. അപ്പൊ ആ ഒരു കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് നമ്മുടെ പാ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം. സോ പാ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമായിട്ട് തന്നെ ഒരു സോഷ്യൽ ഡ്രാമയാണ്. അതായത് ഈ പൊളിറ്റിക്സ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ പറഞ്ഞു പോകുന്ന സിനിമ. ഈ വിടുതലൈ പാർട്ട് 1 പാർട്ട് 2 അതേപോലെ തന്നെ ഈ വിക്രം പ്രഭുവും അതേപോലെ ലാൽ തമ്മിൽ ഒരു പടമുണ്ട്. ഒരു ട്രെയിനിങ് സെന്ററിലെ കഥ പറയുന്നത്. താനാകാരനോ അങ്ങനെ എന്താണ് പേര് തോന്നുന്നു, പ്രൊനൗൺസിയേഷൻ എനിക്ക് ഉറപ്പില്ല. അതേപോലെ തന്നെ വിസാരണை ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് എന്ന് ഞാൻ പറയുള്ളൂ. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ആ വഴിക്ക് അങ്ങോട്ട് പോണ്ട. സിനിമയുടെ പേര് തണ്ടക്കാരണ്യം, അതാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. നമ്മുടെ അട്ടക്കത്തി ദിനേശ് അണ്ണൻ, കളിയരസൻ ഇവരൊക്കെ അഭിനയിച്ച പടം. ഇപ്പൊ ലബ്ബപ്പന്ത് സിനിമ നോക്കുകയാണെന്ന് വെച്ചാൽ ഹരീഷ് കല്യാണാണ് നായകനെങ്കിലും പടം ഫുള്ള് സ്കോർ ചെയ്ത് പോയത് നമ്മുടെ അട്ടക്കത്തി ദിനേശ് അണ്ണനാണ്. പിന്നെ തമിഴ്നാട്ടില് അല്ലെങ്കിൽ തമിഴ് സിനിമയില് എവിടെ ഡെഡ് ബോഡി വേണോ അല്ലെങ്കിൽ എവിടെ ഡെഡ് ബോഡിയുടെ ആവശ്യകതയുണ്ടോ അപ്പൊ കളിയരസനെ വിളിക്കും. കളിയരസൻ ഈ സിനിമയിൽ ഡെഡ് ബോഡി ആണോ അല്ലേന്നൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ ദ പാർട്ടി. പിന്നെ നമ്മുടെ ദുൽഖർ ഗാരുവിന്റെ കൊത്ത കണ്ണൻ ബായ് ഈ സിനിമയിലുണ്ട്, ഷബീർ. സോ ആള് യൂഷ്വൽ എല്ലാ പടത്തിലുള്ള റോൾ തന്നെയാണ്. സോ നല്ല കാസ്റ്റ് ഒക്കെ ഉള്ള പടമാണ്. അപ്പൊ ഈ സിനിമയുടെ തുടക്കം നല്ല രസമുണ്ടായിരുന്നു. ഈ കാടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ പരിപാടികൾ, അവിടെ താമസിക്കുന്ന ആൾക്കാർ, ഇതൊക്കെയാണ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പൊളിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു പാട്ടുണ്ട് മോനെ, നമ്മുടെ കളിയരസന്റെ ഒരു റൊമാൻസ് പരിപാടി, കിട്ടു പറഞ്ഞ കിട്ടു പാട്ടായിരുന്നു. ഭയങ്കര ഫീൽ ആയിരുന്നു ആ പാട്ടിന്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ആൻഡ് ഈ സിനിമയത്തെ മ്യൂസിക് വർക്ക് അത്യാവശ്യം കൊള്ളാം.